നന്ദോ പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഉണ്ട് കൃഷ്ണ ഹരേ കൃഷ്ണ ഉണ്ട് ഭഗവാനെ. നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? എന്താ ഇനി പറയാൻ പോകുന്നത്? ഏ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി പറയാൻ ആ, പോകുന്ന ഗജേന്ദ്രമോക്ഷം നടത്താമെന്ന് പ്രഭു പറഞ്ഞു കഴിഞ്ഞ കാഴ്ച. അല്ല, കഴിഞ്ഞ ആഴ്ച അന്നേരം പറഞ്ഞപ്പോൾ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിന്റെ അധ്യായം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രമോക്ഷം അവിടെ സമ്മറി ചെയ്ത് നിർത്തിയത്. ഉം. ഹരേ കൃഷ്ണ. ആ കൃഷ്ണ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. ആ ഹരേ കൃഷ്ണ. തുടങ്ങണ്ട പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണബലാരന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. ഞാൻ ഈ ദശമസ്കന്ധത്തിലൂടെ പോയപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഭഗവാന്റെ ഈ ചരിതങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ശിലഭഗവാദര് ക്രമാനുക്രമകമായി നമുക്ക് വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുന്നുള്ളത്. ഇതെല്ലാം നമ്മൾ അവശ്യം വായിക്കേണ്ട കാര്യങ്ങളാണ്. വെറുതെ ഇരുന്ന് വായിച്ചാൽ മതി. ഈ സീരിയലൊക്കെ കാണുന്നതിന് പകരം വെറുതെ ഇരുന്ന് വായിക്കുക. അതിൽ മറ്റു നടപടിക്രമങ്ങളൊന്നും നോക്കരുത്. അപ്പം പലയിടത്തും പലരും പലയിടത്തും സപ്താഹങ്ങളൊക്കെ ചെയ്യുമ്പം ഭഗവാന്റെ നീതിയുക്തമല്ലാത്ത രീതിയിൽ രാസലീലകൾ മാത്രം വിശദീകരിച്ച് കയ്യടിയും നേടി ശാപ്പാടും പ്രസാദം ഞാൻ പറയത്തില്ല, ശാപ്പാടും കഴിച്ച് പോകുമ്പോൾ ഇതൊക്കെ എത്ര വായിച്ച് നമ്മൾ അറിയാനിരിക്കുന്നു. ശരിയല്ലേ? ശരിയാ പ്രഭു. അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് ഗുരുശിഷ്യ ബന്ധമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ. നമ്മൾ പകരം ഗുരുകൃപയാൽ, കൃപ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാലും ആ കൃപ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പരിപൂർണത വരത്തില്ല. ആ കൃപയാണ് ആത്മീയത എന്ന് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ അർജുനൻ 70, 71, 72, 73-ാമത്തെ ശ്ലോകത്തിൽ എവിടെയാണ്? 73-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു. അഷ്ടോമോഹസ്മൃതിരബ്ദാത് ത്വത്പ്രസാദാത്മയാച്യുതാ സ്ഥിതോസ്മി സന്ദേഹ കരിഷ്യേ വദനം തവ. ഹരേ കൃഷ്ണ. വിവർത്തനം ഒന്ന് വായിച്ചാട്ടാ. പ്രഭു, എന്റെ കയ്യിൽ വിവർത്തനം ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. എത്രാമത്തെ ശ്ലോകമായിരുന്നത്? 73-ാമത്തെ. ഹരേ കൃഷ്ണ. 73-ാമത്തെ ശ്ലോകം. കറക്റ്റ്. എന്നാ വായിച്ചാട്ട് വിവർത്തനം. ഹരേ കൃഷ്ണ. ചില പ്രഭാത് കെ ജി. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തുകൊണ്ട്? എങ്ങനെയാണ് ഒന്നുകൂടെ വായിച്ചത്? അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അല്ല, അതിന് മുമ്പ് വിവർത്തനം ഒന്നുകൂടെ ഫുള്ളായിട്ട് വായിച്ചാട്ട്. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. കരുണ, കൃപ. അങ്ങയുടെ കരുണ കൊണ്ട് കൃപാകടാക്ഷം ജീവിതത്തിൽ വളരെ അത്യാവശ്യം. കൃപ കൊണ്ട് അർജുനന് ഭഗവാൻ കൂടെ കിട്ടി. ഭഗവാൻ എല്ലാ കാര്യങ്ങളിലും ബുദ്ധി ഉപയോഗിച്ചു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. പ്രീതിപൂർവകം. ഭജതാം പ്രീതിപൂർവകം. ഭഗവാനെ പ്രീതിയോടെ ഭജിക്കണം. നമ്മൾ അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കൃപ കൊണ്ട് ശ്രേഷ്ഠനായ സുധാമ ബ്രാഹ്മണനെയും അതിലുപരി സുധാമയുടെ പതിവ്രതയായ
പത്നിയുടെ അചഞ്ചലമായ വിശ്വാസത്തെയും തുടർന്ന് ഭഗവാനും ശ്രേഷ്ഠനായ സുദാമ ബ്രാഹ്മണനും തമ്മിൽ സംഗമിക്കുന്നതും കുശലപ്രശ്നങ്ങൾ എല്ലാം നമ്മൾ കണ്ടു. ഭഗവാൻ സുദാമയുടെ കയ്യിൽ നിന്ന് അവൽപ്പൊടി ബലമായി പിടിച്ചു വാങ്ങിച്ചതും പിന്നീട് തിരിച്ച് സ്വന്തം വസതിയിലേക്ക് യാത്രയായതും അവിടെ കണ്ട മാറ്റങ്ങളുമെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിച്ചതുമെല്ലാം വീണ്ടും ഗുരുകൃപ കൊണ്ട് നമുക്ക് ശ്രവിക്കാൻ സാധിച്ചു. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. അധ്യായം 82. കൃഷ്ണ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. ശരിക്കും ഇത്തരം കഥകൾ നമ്മൾ പണ്ട് കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞ് ഉറക്കുന്നൊരു പതിവുണ്ടായിരുന്നു, ഇല്ലേ? ആണോ അല്ലേ? ഇന്ന് എന്ത് കൊടുത്ത കുഞ്ഞിനെ ഉറക്കുന്നത്? മൊബൈല്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഭൗതികമായിട്ട് മാറ്റം വരുന്നു. ഇത്തരം കഥകൾ പറഞ്ഞു ഈ ഒരു ഗ്രന്ഥം തിരഞ്ഞെടുക്കുക, പ്രത്യേകിച്ച് ദശമസ്കന്ധം ഇത്തരം അധ്യായങ്ങളിലൂടെ പോയി ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് നല്ല രസത്തിൽ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ആ കുഞ്ഞ് കൈകാലുകളിട്ട് അടിച്ച് ചിരിച്ച് കുറങ്ങും. ശരിയല്ലേ പറഞ്ഞത്? ആണോ അല്ലേ? പ്രാക്ടിക്കലായിട്ട് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് പരീക്ഷിച്ചറിയുക. ഒരു റീജനറേഷൻ നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ പ്രസ്ഥാനം കൊണ്ട് മാത്രമേ സാധിക്കുകയും നമ്മുടെ ദൗത്യം അതാണ്. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ദൗത്യം അതാണ് നമ്മുടെ ഗുരുവിന്റെ സന്ദേശവും, അല്ലേ? ആണോ? അപ്പം നമ്മളത് തുടരുക. ഹരേ കൃഷ്ണ. ഇത് നല്ല മനോഹരമായ ഒരു ഇൻട്രഡക്ഷൻ. എല്ലാവർക്കും കൃഷ്ണബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു എന്ന ഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മളും വീണ്ടും വൃന്ദാവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നേരത്തെ എവിടായിരുന്നു? നമ്മൾ എവിടായിരുന്നു? ദ്വാരകയിലായിരുന്നു. ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആരാണ് വായിക്കുന്നത്? മനോഹരമായ ഇൻട്രഡക്ഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ, ഗുരുഭ്യോ നമഃ. ഏത് ബുക്കാണ് മാതാജി വായിച്ചെന്ന. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. മാതാജി ഏത് ബുക്കാണ് എടുക്കുന്നത്? സ്കന്ധം 10, 82ാമത്തെ അധ്യായം. ഏത് സ്കന്ധം? പ്രഥമ സ്കന്ധം. നാലാമത്തെ ഭാഗമാ. ഭാഗം 4, ദശമസ്കന്ധം, 82ാമത്തെ അധ്യായം. നാലാമത്തെ ഭാഗവും മനസ്സിലായില്ല. പുസ്തകം 4. ഹരേ കൃഷ്ണ. ബുക്ക് 4. ദശമസ്കന്ധം 4ാമത്തെ ബുക്കാണ്. മാതാജി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഭു വായിക്കട്ടെ? ശ്ലോകം തൊട്ട് വായിച്ചാൽ മതി? അത് ആദ്യം തൊട്ട് വായിക്കണോ പ്രഭു? ഇൻട്രഡക്ഷൻ വായിക്കണം. ഇൻട്രഡക്ഷൻ. ഹരേ കൃഷ്ണ. അധ്യായം 82. കൃഷ്ണ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. യാദവന്മാരും മറ്റു പല രാജാക്കന്മാരും ഒരു സൂര്യഗ്രഹണ വേളയിൽ കുരുക്ഷേത്രത്തിൽ ഒത്തുചേരുകയും കൃഷ്ണകഥകൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. കൃഷ്ണൻ നന്ദ മഹാരാജാവിനെയും മറ്റു വൃന്ദാവനവാസികളെയും കുരുക്ഷേത്രത്തിൽ കണ്ടുമുട്ടുകയും അവർക്ക് അത്യാനന്ദം പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇതും ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം വൈകാതെ ഉണ്ടാകാൻ പോകുന്നുവെന്നറിഞ്ഞ് ഭാരതവർഷത്തിലുടനീളമുള്ള യാദവരുൾപ്പെടെയുള്ള ജനങ്ങൾ സവിശേഷമായ പുണ്യം നേടാനായി കുരുക്ഷേത്രത്തിൽ ഒത്തുചേർന്നു. സ്നാനാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ യദുക്കൾ
കുശീനരം തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും കൂടാതെ കൃഷ്ണനെ പിരിഞ്ഞ കഠിനമായ വിരഹ ദുഃഖം അനുഭവിക്കുന്ന നന്ദ മഹാരാജാവും ബ്രജത്തിലെ ഗോപ സമൂഹവും വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു. പഴയ മിത്രങ്ങളെ കണ്ട യാദവന്മാർ അത്യാഹ്ലാദപൂർവ്വം ഓരോരുത്തരെയായി ആശ്ലേഷിക്കുകയും ആനന്ദാശ്രുകൾ പൊഴിക്കുകയും ചെയ്തു. അവരുടെ പത്നിമാരും അത്യധികം സന്തോഷത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു. സഹോദരനായ വസുദേവരെയും മറ്റു കുടുംബാംഗങ്ങളെയും കണ്ട കുന്തിദേവി ദുഃഖങ്ങളൊക്കെ മറന്നുപോയി. എങ്കിലും അവർ വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു: ഹേ സഹോദര, എന്റെ കഠിനയാതനകളുടെ വേളകളിൽ നിങ്ങളൊക്കെ എന്നെ മറന്നു പോയത് കൊണ്ട് അത്യന്തം നിർഭാഗ്യവതിയാണ് ഞാൻ. വിധി തുണയ്ക്കാത്ത ഒരാളെ ബന്ധുക്കൾ പോലും മറന്നു പോകുന്നു. വാസുദേവൻ ഇങ്ങനെ മറുപടിയോതി: പ്രിയ സഹോദരി, എല്ലാവരും വിധിയുടെ കളിപ്പാട്ടങ്ങളാണല്ലോ. കംസൻ അതികഠിനമായി പീഡിപ്പിച്ചത് മൂലം യാദവരായ ഞങ്ങളൊക്കെ ചിന്നിച്ചിതറി പല ദേശങ്ങളിൽ ചെന്ന് അഭയം തേടേണ്ടി വന്നു. അതിനാൽ ഭവതിയുമായി ബന്ധം പുലർത്താൻ ഒരു വഴിയുമില്ലാതെ പോയി. കൃഷ്ണ ഭഗവാനെയും പത്നിമാരെയും കണ്ടപ്പോൾ അവിടെ സന്നിഹിതരായ രാജാക്കന്മാർ അത്ഭുത സ്തബ്ധരായി. ഭഗവാന്റെ വ്യക്തിപരമായ സംഘം ലഭിച്ച യാദവരെ അവർ വാഴ്ത്തി. നന്ദമഹാരാജാവിനെ ദർശിച്ച യാദവർ ആനന്ദഭരിതരാവുകയും അദ്ദേഹത്തെ അവരോരോരുത്തരായി മുറുകെ പുണരുകയും ചെയ്തു. വസുദേവരും നന്ദനെ അത്യധികം ആഹ്ലാദത്തോടെ ആശ്ലേഷിക്കുകയും കംസൻ തന്നെ പീഡിപ്പിച്ചിരുന്ന വേളയിൽ തന്റെ പുത്രന്മാരായ കൃഷ്ണ ബലരാമന്മാരെ നന്ദൻ സ്വന്തം സംരക്ഷണത്തിൽ വളർത്തിയതിനെ അനുസ്മരിക്കുകയും ചെയ്തു. കൃഷ്ണ ബലരാമന്മാർ യശോദാ മാതാവിനെ ആശ്ലേഷിക്കുകയും വണങ്ങുകയും ചെയ്തു. പക്ഷെ വികാര പാരവശ്യത്താൽ കണ്ടമിടറി അവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നന്ദനും യശോദയും രണ്ടു പുത്രന്മാരെയും മടിയിലിരുത്തി ആശ്ലേഷിച്ച് വിരഹ ദുഃഖത്തിൽ നിന്നും ആശ്വാസം നേടി. രോഹിണിയും ദേവകിയും യശോദയെ ആശ്ലേഷിക്കുകയും അവർ തങ്ങൾക്ക് നൽകിയ അഗാധ സൗഹൃദം അനുസ്മരിക്കുകയും ചെയ്തു. കൃഷ്ണ ബലരാമന്മാരെ വളർത്തി വലുതാക്കുന്നതിലൂടെ യശോദ കാണിച്ച കരുണയ്ക്ക് പ്രതിഫലം നൽകാൻ ഇന്ദ്രന്റെ സമ്പത്ത് കൊണ്ടും സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു. അനന്തരം പരമപുരുഷൻ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഗോപ യുവതികളെ സന്ധിച്ചു. താൻ സർവവ്യാപിയും സർവശക്തി പ്രഭവ കേന്ദ്രവുമായതിനാൽ അവർക്ക് തന്നിൽ നിന്ന് ഒരിക്കലും പിരിയുക സാധ്യമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു. ഏറെ കാലത്തിന് ശേഷം ഭഗവാനുമായി ഒത്തുചേർന്ന ഗോപികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സന്നിഹിതമാകണേ എന്നും പ്രാർത്ഥിച്ചു. ശ്ലോകം 1. ഹരേ കൃഷ്ണ. അതവിടെ നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. എന്താ മനസ്സിലാക്കിയത് ഇത്രയും കാര്യങ്ങളിലൂടെ? എന്ത് മനസ്സിലാക്കി? പറഞ്ഞാട്ടെ, ഓരോരുത്തരായിട്ട്. ആമുഖം വായിച്ചതിൽ എന്ത് മനസ്സിലാക്കി? ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോട്ടെ. സഹോദരനായ വസുദേവനെ കണ്ടപ്പോൾ കുന്തിക്ക് ഭയങ്കര ദുഃഖം അനുഭവപ്പെട്ടു. അപ്പം അവര് പറയുന്നത്, സഹോദരനോട് പറയുന്ന കഠിനമായ യാതനകളും ഒക്കെ അനുഭവിക്കുമ്പോഴും എല്ലാരും എന്നെ മറന്നുപോയി, അത്യന്തം നിർഭാഗ്യവതിയാണ് എന്നാണ് കുന്തി ഭഗവതി പറയുന്നത്. അപ്പൊ അന്നേരം വിഷമങ്ങൾ സംഭവിക്കും, യാതനകൾ അനുഭവിക്കുമ്പോൾ ബന്ധുമിത്രാദികൾ ആരും കാണില്ല, നമ്മൾ തന്നെ എല്ലാം സഹിക്കണം എന്നാണ് കുന്തി ഭഗവതി പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതെവിടെ പറഞ്ഞിരിക്കുന്നു? ഈ പപ്പോട്ടിൽ അത് പറയുന്നുണ്ടല്ലേ. സഹോദരനായ വസുദേവരെയും മറ്റു കുടുംബാംഗങ്ങളെയും കണ്ട കുന്തിദേവി ദുഃഖങ്ങളൊക്കെ മറന്നുപോയി. എങ്കിലും അവർ വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു: ഹേ സഹോദര, എന്റെ കഠിനയാതനകളുടെ വേളകളിൽ നിങ്ങളൊക്കെ എന്നെ മറന്നുപോയത് കൊണ്ട് അത്യന്തം നിർഭാഗ്യവതിയാണ് ഞാൻ. വിധി തുണയ്ക്കാത്ത ഒരാളെ ബന്ധുക്കൾ പോലും മറന്നുപോകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെന്താ പറയുന്നത്? പിന്നെ വസുദേവർ അതിന് മറുപടി പറയുന്നത്: പ്രിയ സഹോദരി, എല്ലാവരും വിധിയുടെ കളിപ്പാട്ടങ്ങളാണല്ലോ. കംസൻ അതികഠിനമായി പീഡിപ്പിച്ചത് മൂലം യാദവരായ ഞങ്ങളൊക്കെ ചിന്നിച്ചിതറി പല ദേശങ്ങളിൽ ചെന്ന് അഭയം തേടേണ്ടി വന്നു. അതിനാൽ ഭൗതികമായി ബന്ധം പുലർത്താൻ ഒരു വഴിയുമില്ല. ആരാ പറഞ്ഞത്? അത് കുന്തിയുടെ സഹോദരൻ വസുദേവൻ അല്ലേ? വസുദേവൻ അല്ലേ പറയുന്നത്? വാസുദേവൻ, സോറി ഭഗവാൻ. ഹരേ കൃഷ്ണ. വാസുദേവൻ. വാസുദേവൻ പേരൊന്നും മാറ്റിയെടുക്കണ്ട. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന് പിന്നെന്താ പറഞ്ഞേ കാര്യങ്ങള്? എന്താ പ്രഭു? പിന്നെ
ഇതിന്റെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം വായിച്ചത് എങ്ങനെയാ? എവിടെയാണ്, എന്താണ് ഒത്തുകൂടുന്നത്, എപ്പോഴാണ് ഒത്തുകൂടിയത്, എവിടെയാണ്? യാദവന്മാരും മറ്റു രാജാക്കന്മാരും എവിടെ, സമയം, കാലം, കുരുക്ഷേത്ര എന്തുകൊണ്ട് ഇതൊക്കെ യുദ്ധക്കളത്തിലും മറന്നു പോകുന്നു? കുരുക്ഷേത്രത്തിൽ മർമ്മപ്രധാനമായ കാര്യങ്ങൾ മറക്കുന്നു. എപ്പോഴാണ്? സൂര്യഗ്രഹണ വേളയിൽ എന്താ മറന്നുപോയത്? കുരുക്ഷേത്രത്തിൽ ഒത്തുചേർന്നു. അപ്പൊ ചില സമയങ്ങൾ, ചില കാലങ്ങളിൽ, ചില മുഹൂർത്തങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് കൂടിയെന്നല്ല, അതാണ് പറഞ്ഞു തരുന്നത്. കാലം, സമയം വളരെ വളരെ പ്രധാനമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയ മുഹൂർത്തത്തിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അസമയത്ത് തിഥി ഗർഭം ധരിക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സമയവും കാലവും ഉണ്ട് എന്നർത്ഥം. കാലം കലയതാമസ്മി. ചിലവൻ പറയും, അതൊന്നും നോക്കണ്ട ആവശ്യം, നമ്മൾ ഹരേ കൃഷ്ണ വിളിക്കുന്നത്. അത് തീർച്ചയായിട്ടും എവിടെ 16 റൗണ്ട് നാമം ജപിക്കുന്നത്, പ്രഭാത സ്നാന കർമ്മങ്ങൾ ചെയ്യുന്നത്, ഇതൊന്നും നോക്കാറില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ, ആ ഘട്ടവും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞോ? അപ്പൊ പിന്നെ അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശത്താൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ, ഭഗവാന്റെ നിർദ്ദേശത്താൽ സഞ്ചരിക്കുന്ന ദേവന്മാർ എല്ലാം ഭഗവാൻ അത്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം ഹ്യുനാനേന കൗന്ദയ ജഗത്വിപരിവർത്തത. അപ്പം അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. കാര്യം ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനത്തെ ഭഗവാൻ മാറ്റിയില്ലേ? മാറ്റിയായിരുന്നോ? മാറ്റിയിരുന്നോ? സാധാരണ സഞ്ചരിക്കുന്ന ഭ്രമണപഥത്തിൽ നിന്ന് സൂര്യനെയും ചന്ദ്രനെയും ഭഗവാൻ ഒരു മുമ്പായിട്ട് കൊണ്ടുവന്നോ ഇല്ലേ? ഇതാ നമ്മൾ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നു, അത് പൂർണ്ണമായ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ യാദവന്മാർ, ബന്ധുക്കൾ, ഇവരെല്ലാം നാമജപത്തിനായിട്ട് എവിടെ ഒത്തുചേർന്നു? ധർമ്മസ്ഥലത്ത് എത്തുകയാണ്. ഏതാ ധർമ്മസ്ഥലം? കുരുക്ഷേത്രഭൂമി. അപ്പൊ ഇത്തരം വേളകളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണിച്ചു തന്നു. എന്താ കാണിച്ചു തന്നത്? എന്താ ചെയ്യേണ്ടത്? നാമജപം ചെയ്യുക, നമ്മൾ കൃഷ്ണകഥകൾ പറയുക. എങ്ങനെ നാമജപം ചെയ്യണം? ഭഗവാന് വേണ്ടി സേവനം ചെയ്ത്, ഭഗവാന് വേണ്ടിയിട്ട് എങ്ങനെ നാമജപം ചെയ്യണം? സേവനം ചെയ്ത് ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ഒത്തുകൂടി. ഇതെന്താ? ഈ വരികൾക്കിടയിലൂടെ തന്നെ നമ്മൾ പോകണം. വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടെ തന്നെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഓർക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ സത്സംഗങ്ങളിൽ ചെല്ലാൻ പറ്റാത്തത്. കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് വായിക്കുന്നില്ലേ? സാധാരണ നമ്മുടെ ലോക്കൽ ഭാഷയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെന്തിനാ അവിടെ പോകുന്നത്? ഒത്തുകൂടി തന്നെ നാമം ജപിക്കണം എന്ന് കൃത്യമായിട്ട് ഭഗവാൻ വീണ്ടും പറയുകയാണ്. ഒത്തുകൂടിയാണ്. ഇത്തരം വേളകളിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും മറ്റ് അസത്തുക്കളിൽ നിന്ന്, മായകളിൽ നിന്ന് രക്ഷപ്പെടാനും, മായയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒത്തുകൂടി നാമം ജപിക്കേണ്ടത് ആവശ്യമാണ് എന്നർത്ഥം. അങ്ങനെ പറഞ്ഞു നിർത്തുന്നത് എവിടെയാണ്? എന്താ പറഞ്ഞു നിർത്തി? പ്രാർത്ഥിച്ചു നിർത്തുകയാണ് ഗോപികമാര്. ഭഗവാനെ കണ്ടതിൽ വളരെ വളരെ വളരെ
സന്തോഷം ഉണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചു നിർത്തുകയാണ്. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിച്ചേ? പാതാരബന്ധങ്ങൾ ആ ആധാരബന്ധങ്ങൾ സന്നിഹിതമാകണേ എന്ന് പ്രാർത്ഥിച്ചു. ആ ആ പാതാരബന്ധങ്ങൾ സന്നിഹിതരാകണേ. ആകണേ, സന്നിഹിതമാകണേ എവിടെ? ഹൃദയത്തില്. ആ അതെന്താ വിട്ടുപോന്നേ? ഹൃദയത്തിലാണ്. അതെന്താ വിട്ടുപോന്നേ? ഹൃദയത്തിലാണ്. പാതാരബന്ധങ്ങൾ ഹൃദയത്തിൽ സന്നിഹിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരമപ്രധാനമായ മർമ്മപ്രധാനമായ ആവശ്യം പ്രാർത്ഥന അതാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കാണുമാറാകണം. ഏതൊരുവന് എപ്പോഴും പറയാറുണ്ട്, ഏതൊരുവന് തൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ പാതാരബന്ധങ്ങളെ കാണുന്നുവോ അപ്പോൾ മാത്രമേ അവൻ ഭക്തിയുടെ തലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ മാത്രമേ ഉള്ളൂ. ഇനി അതിനപ്പുറത്തോട്ടുള്ളവര് ഏതൊരു ഭക്തനാണോ ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നത് അവൻ ഭാഗവതൻ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ തിരിച്ച് ഭഗവാന്റെ തൃപ്പാദ പങ്കജങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ അടുത്ത ഒബ്ജക്റ്റീവ്, ഭഗവാൻ നമ്മളെ എപ്പോഴും ഹൃദയത്തിൽ കാണണം. ഹൃദയത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ സേവനം ചെയ്യുകയും ശ്ലോകം ഭഗവത്ഗീത ശ്ലോകം സറണ്ടർ ആണ് ഭഗവാൻ. ശ്ലോകം ഭഗവത്ഗീത. മാമേകം ശരണം പ്രജ. ഇനിയുണ്ട് ശ്ലോകം. അല്ല, അത് പറയുന്നത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതല്ലേ. അല്ല, തൊട്ട് മുമ്പ് ഒരു ശ്ലോകം പറഞ്ഞല്ലോ. ആരാ? അതല്ല, കൃഷ്ണമാതാജി ഒരു ശ്ലോകം പറഞ്ഞു. ഹരേ കൃഷ്ണ. ഏതാ ഇപ്പൊ പറഞ്ഞ ശ്ലോകം? ഇപ്പൊ ഒരു ശ്ലോകം പാടിയല്ലോ. ഇപ്പൊ ലാസ്റ്റ് ഒരു ശ്ലോകം പറഞ്ഞല്ലോ. ആരോ? ജയനിധി മാതാജിയാണോ? ആരോ പാടിയല്ലോ. അല്ല, മന്മനാഭവ മദ്ഭക്തോ സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ. എന്താ അർത്ഥം വരുന്നേ? എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്കെന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഇത്രയുള്ള കാര്യം. മന്മനാഭവ മദ്ഭക്തോ, എപ്പോഴും നീ എന്നെ ഓർമ്മിക്കുക. എപ്പോഴും നീ എന്നെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഓർമ്മിക്കും. ഇത്രയുള്ള കാര്യം. ഇതൊരു മാഗ്നറ്റിക് ഡയറക്ഷനാണ്, കാന്തിക വലയത്തിലാണ്. ഭഗവാനെ നമ്മൾ എപ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ച് ഭഗവാനെ സ്മരിക്കുമ്പം ഭഗവാന് നമ്മൾ അർച്ചവിഗ്രഹത്തിൽ സേവനം ചെയ്യുമ്പം ഭഗവാന്റെ മുന്നിൽ ഭഗവാന് നമ്മൾ പ്രസാദം നിവേദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഭഗവാൻ എപ്പോഴും സന്നിഹിതനായിരിക്കും. അങ്ങനെ എപ്പോഴും സന്നിഹിതനാകുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ ക്രമത്തിൽ നമ്മൾ നാമം ജപിക്കുകയും കൃത്യമായ ക്രമത്തിൽ നമ്മൾ അർച്ചവിഗ്രഹ സേവനം ചെയ്യുമ്പോൾ ഭഗവാനും ഓർമ്മിക്കും, സമയം അവിടെ എത്തണം, പെട്ടെന്ന് എത്തണം, എൻ്റെ നാമം, എൻ്റെ ഭക്തൻ തുടങ്ങാറായി, എൻ്റെ ഭക്തൻ എനിക്കിപ്പം പ്രസാദം നിവേദിക്കുന്ന സമയമാണ്, എനിക്ക് അവിടെ എത്തണം. പറയത്തില്ലേ? പറയും പ്രഭുജി, പറയും. ഇത്രയുള്ളൂ കാര്യം.
വളരെ സിമ്പിളാ. അപ്പോൾ ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുകയോ ഇല്ലേ? ഓർമ്മിക്കുകയില്ലേ? ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ ഓർമ്മിക്കേണ്ട നടപടിക്രമങ്ങളിൽ നമ്മൾ അറിഞ്ഞു. എന്തൊക്കെയാ? എന്നെ ഓർക്കുക. അത് തന്നെ. നടപടിക്രമങ്ങൾ എന്തൊക്കെയാ? ഒരു നടപടിക്രമം വേണ്ടേ? എന്താ? നാമം ജപിക്കുക, സത്സംഗം നാമം കൂടുക, ജപിക്കുക, സേവനം. അർച്ച വിഗ്രഹ സേവനം ചെയ്യുക, നാമം ജപിക്കുക, പ്രസാദം. നാമം ജപിക്കുന്ന പറഞ്ഞു. പ്രസാദം ഭക്ഷിക്കുക, നിവേദിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, വേറൊന്നും പറയണ്ട. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്യണം. അതിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല, മായം ചേർക്കാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് എത്തുന്നു. ആർക്ക് വായിക്കാം? ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീസുക ഉവാച. ഓം ഗുരുഭ്യോ നമഃ. ശ്രീസുക ഉവാച. അതൈകദാ ദ്വാരവത്യാം വസതോ രാമകൃഷ്ണയോഃ സൂര്യോപരാഗ സമൂഹാനാദിസേത് കൽപക്ഷയേ യദാ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം ഹരേ കൃഷ്ണ പ്രഭുജി. ഒരിക്കൽ കൂടി ശ്ലോകം ഒന്ന് വായിച്ചേട്ടാ. ഹരേ കൃഷ്ണ. ശ്രീസുക ഉവാച. അതൈകദാ ദ്വാരവത്യാം വസതോ രാമകൃഷ്ണയോഃ സൂര്യോപരാഗ സമൂഹം ആസീത് കൽപക്ഷയേ യദാ. വിവർത്തനം വായിക്കണം പ്രഭുജി. സുഖദേവ ഗോസ്വാമി പറഞ്ഞു. ശ്രീരപ്പുപാദിക്ക് ജയ്. സുഖദേവ ഗോസ്വാമി പറഞ്ഞു, ഒരിക്കൽ കൃഷ്ണ ബലരാമന്മാർ ദ്വാരകയിൽ വസിക്കുമ്പോൾ കൽപ്പാന്തവേളയിൽ എന്ന പോലെ ഒരു വൻ സൂര്യഗ്രഹണം ഉണ്ടായി. ഹരേ കൃഷ്ണ. ശബ്ദാർത്ഥം ഒന്ന് വായിച്ചേട്ടെ. ഏതായിരുന്നു തുടങ്ങി? ഭാവാർത്ഥം. ശബ്ദാർത്ഥം. ശ്രീ ശുക ഉവാച. പറഞ്ഞു. സുഖദേവ ഗോസ്വാമി പറഞ്ഞു, അഥ അനന്തരം ഏകദാ ഒരിക്കൽ ദ്വാരവത്യാം ദ്വാരകയിൽ വസിക്കുമ്പോൾ രാമകൃഷ്ണയോ ബലരാമനും കൃഷ്ണനും സൂര്യ ഉപരാഗ സൂര്യഗ്രഹണം സുമഹാൻ ഏറ്റവും വലുതായ ആസീത് ഉണ്ടായി കൽപക്ഷയയതാ കൽപ്പാന്ത സമയത്തെന്ന പോലെ ബ്രഹ്മാവിന്റെ ദിനം അവസാനിച്ചതുപോലെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദം അവിടെ ഉണ്ടായി. ശ്രീ ശുക ഉവാച. ശുകദേവ ഗോസ്വാമി പറഞ്ഞു. നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്ത് വെച്ചു. ഏകത, ഒരിക്കൽ. ഈ രണ്ട് വാക്കവിടെ ഓർമ്മിച്ച് വെച്ചേരെ. ശരി, നമ്മൾ ഭാവാർത്ഥത്തിലേക്ക് പോകുന്നു. വായിച്ചാട്ടെ. അത ഏകത തുടങ്ങിയ വാക്കുകൾ സംസ്കൃത സാഹിത്യത്തിൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയും പോലെ പുതിയൊരു വിഷയം അവതരിപ്പിക്കാൻ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കാലഗണന അനുസരിച്ചല്ല യദുക്കളുടെയും കൃഷ്ണികളുടെയും പുനഃസമാഗമം വർണ്ണിച്ചിരിക്കുന്നതെന്ന് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ 82-ാം അധ്യായത്തിലെ സംഗതികൾ നടക്കുന്നത് ബലദേവന്റെ വ്രജസന്ദർശനത്തിനും, അതായത് അധ്യായം 65 ശേഷവും യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയാഗത്തിനും അധ്യായം 74 മുൻപുമാണെന്ന് ശ്രീല സനാതന ഗോസ്വാമി വൈഷ്ണവദോഷിണി എന്ന ഭാഷ്യത്തിൽ പ്രസ്താവിക്കുന്നു. സൂര്യഗ്രഹണ വേളയിൽ കുരുക്ഷേത്രത്തിൽ ധൃതരാഷ്ട്രർ, യുധിഷ്ഠിരൻ, ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരടങ്ങിയ എല്ലാ ഗുരുക്കളും സൗഹൃദപൂർവ്വം കണ്ടുമുട്ടുകയും കൃഷ്ണന്റെ സഹവാസം ആസ്വദിക്കുകയും ചെയ്തു എന്നതാണ് ആചാര്യൻ ഇതിനു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് രാജസൂയ യജ്ഞത്തിൽ പാണ്ഡവർക്കെതിരെയുള്ള ദുര്യോധനന്റെ അസൂയ ഒരിക്കലും കെട്ടടങ്ങാത്ത വിധം ആളിക്കത്തി. വൈകാതെ തന്നെ ദുര്യോധനൻ യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും ചൂതുകളി മത്സരത്തിന് വെല്ലുവിളിക്കുകയും അവരെ കളിയിൽ ചതിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കി കാട്ടിൽ അയക്കുകയും ചെയ്തു. വനവാസം കഴിഞ്ഞ് പാണ്ഡവർ തിരിച്ചെത്തിയതും കുരുക്ഷേത്ര യുദ്ധം നടക്കുകയും ഭീഷ്മദ്രോണന്മാർ വധിക്കപ്പെടുകയും ചെയ്തു.
ഇതൊക്കെ കൊണ്ട് രാജസൂയ യജ്ഞത്തിനു ശേഷമായിരിക്കും കുരുക്ഷേത്രത്തിലെ സൂര്യഗ്രഹണമെന്നു കരുതുന്നത് യുക്തിസഹമല്ല. ഹരിഓം തസ്സത്. ഹരേ കൃഷ്ണ. ഹരി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 2 വാക്കുകൾ ഓർമ്മിച്ചിരിക്കണമെന്ന്. അത് തന്നെ ഭാവാർത്ഥം തുടങ്ങുകയും ചെയ്തു. എന്താ സംഭവം? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഓർമ്മിക്കാൻ പറ്റുമോ? ഒരു കുളു എനിക്ക് തരാൻ പറ്റുമോ? അഥ, ഏകത തുടങ്ങിയ വാക്കുകൾ സംസ്കൃത വിഷയത്തിൽ വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ പറയും പോലെ പുതിയൊരു വിഷയം അവതരിപ്പിക്കാൻ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കാലഗണനയനുസരിച്ചല്ല യദുക്കളുടെയും വിഷ്ണുക്കളുടെയും പുനഃസമാഗമങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു ആ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ശിവദേവ ഗോസ്വാമി, ശ്രീമദ് മഹാഭാഗവത്തിലെ ശ്രേഷ്ഠമായ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം എന്ന് നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു. ശ്രീമദ് ഭാഗവത്തിലെ ശ്രേഷ്ഠമായ ഭാഗം ഏതാ? എല്ലാ ഭാഗങ്ങളും ശ്രേഷ്ഠമാണ്. പക്ഷേ എടുത്ത് ഒരെണ്ണം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ആൻസർ ഇല്ല, സിംഗിൾ ആൻസറേ ഉള്ളൂ. അത് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? എന്തോ? ദശമസ്കന്ധാണ്. ശ്രീമദ് മഹാഭാഗവതം മുഴുവൻ 12 സ്കന്ധങ്ങളിലും ഇതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം, ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഓരോ സ്കന്ധത്തിനും തന്നെ ശ്രേഷ്ഠമായ ഭാഗങ്ങളുണ്ട്. പക്ഷേ ഒറ്റ ആൻസറേ പറയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്തു പറയും? 12ാം സ്കന്ധത്തിൽ 12ാം അധ്യായം. എന്തോ? ശ്രീമദ് ഭാഗവതം. ഹരേ കൃഷ്ണ. പറഞ്ഞേ. 12ാം അധ്യായത്തിൽ 12ാം സ്കന്ധം. 12ാമത്തെ എന്തോ? 12ാം അധ്യായം. ഏതാ ശ്ലോകം വരുന്നത്? അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അവിടെ? അത് ഭാഗവത സംഗ്രഹമാണ് പ്രഭു. ഹരേ കൃഷ്ണ. സംഗ്രഹമാണെങ്കിലും എന്താണെങ്കിലും ആ സംഗ്രഹം പറഞ്ഞാട്ട്, എന്താണെന്ന് പറഞ്ഞാട്ട് ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞാട്ട്. ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ ലീലകളാണ്. ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ലീലകൾ. ശരി, അതിലെ പ്രധാനപ്പെട്ടത് പറ. പ്രഭു 1ാം സ്കന്ധത്തിലെ 1ാമത്തെ ശ്ലോകമാണ്. എന്തോ? 1ാം സ്കന്ധത്തിലെ 1ാമത്തെ ശ്ലോകം. 1ാം സ്കന്ധത്തിലെ 1ാമത്തെ ശ്ലോകം. ശരി, പറഞ്ഞാട്ടെ. മൾട്ടി ആൻസർ പലരും ഒരാൾ ഒരു ഉത്തരമേ പറയാവൂ. പിന്നെ നാരായണ സമയം പോയി. നമസ്കൃത്യം നരം ചെയ്ത നരോത്തം. ഹരേ കൃഷ്ണ. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സംസാരിച്ചത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. പ്രഭു, ഓരോ ശ്ലോകങ്ങൾ എല്ലാം വളരെ മാധുര്യമേറിയ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. പക്ഷേ ഒറ്റ ഉത്തരം പറയാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഗോപികമാരുടെ ഭക്തി. ഗോപികമാരുടെ ഭക്തി. ശരി. ഇനി അടുത്ത ഉത്തരം ഏതാ? ആണോ പ്രഭു ചോദിക്കുന്നത്? അമ്മയെ എല്ലാരും, ശരി, അമ്മയെ എല്ലാരും മറക്കുന്നു. ശൗര്യം ഉത്തുംഗയുഗ്മാർജുനഭംഗലീലം ബുൽബുല്ല പത്മായത ചാരുനേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംബോജയുഗ്മേന സാതംഗനേത്രം മുഹുശ്വാസകമ്പാത്രിരേഖാംഗകണ്ഠ ദൈവം ദാമോദരം ഭക്തിബദ്ധം. അവിടെ ആ ഭാഗം എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ തുടങ്ങുന്നത്? എങ്ങനെ തുടങ്ങുന്നേ?
ശ്രീ ശുക ഉവാച. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഏകഥാ ഗൃഗദാസീഷു യശോദാനന്ദഗേഹിനി. ആ ഏകഥ, ഒരിക്കൽ. അപ്പം ഒരു സംഭവം വിവരിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് മോഡേൺ സ്റ്റോറിയിൽ തുടങ്ങിയതല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് നൈമിഷാരണ്യ വനത്തിൽ അല്ല, ശൗനകാദി മഹർഷികളുടെ മധ്യത്തിൽ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് ഇത്. നമ്മൾ വളരെ ഭവ്യതയോടെ നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് എന്ന് കണ്ടുകൊണ്ട് ആ സത്ത വിടാതെ നമ്മൾ പറഞ്ഞു തുടങ്ങും. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പറയുമ്പം ഓൺസ് അപ്പോൺ എ ടൈം എന്ന് ഇംഗ്ലീഷ് സ്റ്റോറി നമ്മൾ വായിക്കുമ്പം ഈ വാക്കുകളെല്ലാം പ്രാരംഭം നമ്മുടെ പൗരാണിക ഗ്രന്ഥത്തിൽ നിന്നാണ്. ഒന്നും പുതിയതുണ്ടായിട്ടില്ല, ഒന്നും പുതിയതായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുമില്ല, ഇനിയൊട്ട് ഉണ്ടാക്കാനും പറ്റില്ല. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണ്. ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഗ്രന്ഥത്തെ വിട്ട്, ഗ്രന്ഥത്തെ വെറുക്കുന്നവനും ഗ്രന്ഥത്തെ ഇഷ്ടപ്പെടുന്നവനും ആരോ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ വാക്കുകളിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഏകഥാ ഗൃഗദാസീഷു, ശുകദേവ ഗോസ്വാമി തുടങ്ങി. ഏകഥാ ഗൃഗദാസീഷു, ഒരു ദിവസം യശോദാനന്ദഗേഹിനി, യശോദാമയുടെയും നന്ദമഹാരാജാവിൻ്റെയും ഗൃഹത്തിൽ. യശോദാനന്ദഗേഹിനി പിന്നെന്താ? കർമ്മന്ത, എന്താ ശ്ലോകം വരുന്നത്? ഓർമ്മ വരുന്നത് ഏതാ ശ്ലോകം? അടുത്ത വായിക്കറിയാമോ? ഏകത ഗൃഗദാസീഷു. ഏത് സ്കന്ധമാണ് പ്രഭു അത്? ഏത് സ്കന്ധമാണ്? അതിന് ഫൈൻ അടിക്കും. ശ്രീ ആദികർത്ത പ്രഭു ഒരു ഫൈൻ കൊടുത്താരെ. അല്ല സാർ പ്രഭു, പ്രഭു ഒരു ഫൈൻ കൊടുക്കണേ. നോട്ട് ചെയ്തു. ആ പറഞ്ഞാട്ടെ. അല്ല പ്രഭു, ദശമ സ്കന്ധമല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? പ്രഭു പറഞ്ഞത് ഏകത തുടങ്ങുന്ന ഇതാണ് ചോദിച്ചത്. അതെ, അത് തന്നെ. ഏത് സ്കന്ധമാണെന്ന് പറഞ്ഞു? ദശമസ്കന്ധം തന്നെ. ദശമസ്കന്ധത്തിൽ 9ാമത്തെ അധ്യായം ചോദിച്ചതിലാണ് മാതിക്ക് തെറ്റുപറ്റിപ്പോയത്, കൺഫ്യൂഷനായി. ഏത് അധ്യായമാണെന്ന് ചോദിക്കേണ്ടത് അല്ലേ? ഹരേ കൃഷ്ണ അല്ലേ? ഹരേ കൃഷ്ണ പ്രഭു, സ്കന്ധ അധ്യായം പ്രഭു ഞാൻ അധ്യായമായിരുന്നു ചോദിക്കേണ്ടത്. 9ാമത്തെ അധ്യായം 1-2 ശ്ലോകങ്ങൾ. ശ്രീ ശുക ഉവാച. ഏകഥാ ഗൃഗദാസീഷു യശോദാനന്ദഗേഹിനി കർമ്മന്താര നിയുക്താഷു നിർമാമന്ത സ്വയം ദഹി. ഒരിക്കലും. അപ്പൊ ഇനി ചോദിക്കുകയാണ്, ശ്രീമദ് മഹാഭാഗവതത്തില് ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം പറയാൻ പറഞ്ഞാൽ അമ്മയുടെ ഈ സ്മരണയാണ്. അമ്മയും മകനും തമ്മിലുള്ള ഈ ഒരു ബന്ധമാണ്. എന്തുകൊണ്ട് അതിനകത്ത് രണ്ടാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? യാനി യാനി തഗീതാനി. അതിലൊരു അർത്ഥമുണ്ട്. യാനി യാനി തഗീതാനി തദ്ബാലാചരിതാനി ച. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഒരുപാട് ഭാഗങ്ങളുണ്ട്, പക്ഷെ ശ്രേഷ്ഠമായ ഭാഗം ഏതാണെന്ന് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു? ഈ രണ്ടാമത്തെ ശ്ലോകം ഉത്തരം പറയും. എന്താ? യാനി യാനി തഗീതാനി തദ്ബാലാചരിത ച. ഉണ്ണിക്കണ്ണന്റെ ലീലകൾ ഓർമ്മിച്ചു പാട്ടുപാടി. അവിടെ ഭഗവത് സ്മരണയുണ്ടായി അല്ലേ? ആണോ അല്ലേ? അതെ 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 പ്രഭുജി. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്താ അവിടെ ഉണ്ടായത്? റിയാക്ഷൻ, അതിന്റെ പ്രതിഫലനം എന്തുണ്ടായി?
ഭഗവാന്റെ കൃഷ്ണ കെട്ടിയിട്ടതും ദീപ അല്ല, അതെന്തേലും അതിന്റെ പ്രതിഫലനം എങ്ങനെ എന്താ ഉണ്ടായത് അവിടെ നേരം? യാനി നോക്കൂ, ശ്ലോകം നോക്ക്. യാനി യാനി ഗീതാനി തദ്ബാലാചരിതാനി ച നിർമ്മന്താനേ കാലി. അങ്ങനെ ഭഗവാന്റെ സ്മരണകളുമായി പാട്ടുപാടിക്കൊണ്ട് തൈര് കടയുന്ന സമയത്ത് എന്തുണ്ടായി? സ്മരന്തിതാനി ആകായത. അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ, യശോദാമ്മയുടെ മുന്നിൽ ആകായത, ഭഗവാൻ അവിടെ ആഗമനം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത്? ഭഗവാനെ നമ്മൾ സ്മരിക്കുമ്പോൾ ആ ക്ഷണം പ്രത്യക്ഷപ്പെടും. നമ്മുടെ മുന്നിൽ അക്ഷണം പ്രത്യക്ഷപ്പെടുന്നു. ചില പ്രഭുപാദരുടെ അടുത്ത് ഇന്റർവ്യൂവർ ചോദിച്ചു, അങ്ങ് ഇതെല്ലാം പറയുന്നുണ്ട്, അപ്പൊ നമ്മുടെ പാപങ്ങളൊക്കെ എത്ര കാലം എടുക്കും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്? ഈ പൂർവ്വജന്മകൃതവും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതൊക്കെ എപ്പം പോവും? ശീല പ്രഭുപാദർ പറഞ്ഞ ആൻസർ വിത്തിൻ 1 മിനിറ്റ്. പ്രഭുപാദര് സ്പോണ്ടേനിയസ് ആൻസറാ പറഞ്ഞത്, പെട്ടെന്ന് ചിന്തിച്ചില്ല. 1 മിനിറ്റ്. എന്നിട്ട് പ്രഭുപാദര് ഒരു ശ്ലോകം കൂടെ പറഞ്ഞു. ഏതായിരിക്കും ആ ശ്ലോകം? മാമേവം സ്മരൺ മുക്ത കളയവരം. പ്രഭുപാദര് പറഞ്ഞു 1 മിനിറ്റ്. പാടിയ ശ്ലോകമാണോ? യാനി യാനി ജഗൻ. അല്ല. ഹരേ കൃഷ്ണ മന്ത്രം. പറഞ്ഞാട്ടെ, 1-2 ആൻസർ കൂടെ പറയാം. ദൃഢതമമായ ശബ്ദത്തോടെ ശിലാപ്രഭുപാദർ പറഞ്ഞു, ക്ഷിപ്രം 1 മിനിറ്റ്, വിത്തിൻ 1 മിനിറ്റ്, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശ്വശാന്തി നിഗച്ഛതി കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്ത്യാ നശ്യതി. ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ. അതിനകത്ത് വേറെ ഒരു ബന്ധനങ്ങളുമില്ല, ബ്ലോക്കുകളുമില്ല. ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശ്വശാന്തി നിഗച്ഛതി കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്ത്യാ നശ്യതി. അവൻ പെട്ടെന്ന് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി എൻ്റെ അടുത്തെത്തും. അതിന് യശോദാമ്മ സ്മരിച്ചതുപോലെ, ശിവദേവ ഗോസ്വാമി സ്മരിക്കുന്നത് പോലെ നമ്മൾ അതിനെ അനുഗമിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലായോ? മനസ്സിലായി. ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് തന്നെ നോക്കണം, ഇവിടെ ഗോപികമാരും ഗോപന്മാരും കരഞ്ഞുകൊണ്ടേയിരിക്കരുന്നു, വിഷമിച്ചു. അവരാഹാരം കഴിക്കുമ്പോഴും അവരെല്ലാ പ്രവർത്തികളിലും ഏർപ്പെടും. കളിക്കുകയും ചെയ്യും, ചിരിക്കുകയും ചെയ്യും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ദുഃഖമായിരുന്നു. എന്തുകൊണ്ട്? ഞങ്ങളുടെ ഈ കളിയിൽ, ഞങ്ങളുടെ ഈ പ്രവൃത്തികളിൽ, ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ പങ്കുചേരാൻ ആരില്ല? കൃഷ്ണനില്ലല്ലോ എന്ന രോദനമായിരുന്നു ഗോപികമാർക്ക്. അതിലെ ഏറ്റവും പ്രഥമശ്രേഷ്ഠയായ ഗോപിക രാധാറാണി ശരീരം കൊണ്ട് തികച്ചും ദുർബലമായി പോയി. എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നാമം ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഭഗവാനെ, നമ്മളാൽ വിടിവിച്ച ഭഗവാനെ എന്ന് കൂടി പറയാം. ആ ഭഗവാനെ നമ്മൾ വീണ്ടും തൻ്റെ ഹൃദയത്തിലേക്ക് വരണം, എൻ്റെ മുന്നിൽ വരണം, എനിക്ക് കാണണം എന്ന് പറയുന്ന അർത്ഥത്തോടു കൂടി തന്നെ ആ ഒരു രോദനം നമുക്ക് ആ ശബ്ദത്തിൽ ഉണ്ടാകണം. ഹരേ എന്ന് പറയുമ്പോൾ, കൃഷ്ണ ഞങ്ങളെ വിട്ടുപോയില്ലേ, വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ,
ഞങ്ങൾക്കൊരു ദർശനം തരൂ എന്ന ഒരു രോദനം, ഒരു കരച്ചിൽ, ഒരു സമർപ്പണം, ഒരു ശരണാഗതി. അവിടെയാണ് നേരത്തെ മാതാജി പറയാം, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം. ആ ശരണാഗതി നമുക്ക് ഉണ്ടാകണം. ആ ഒരു അർത്ഥത്തിലായിരിക്കണം നമ്മൾ നാമം ചെല്ലുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം. മനസ്സിലാകുന്നുണ്ടല്ലോ? ആണോ? ശരിയല്ലേ പറഞ്ഞത്? ശരിയാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേക്ഷ കൃപാ സിന്ധൂപ്യേവച. അതിലും ഒരു ശ്ലോകം വരുന്നുണ്ട്. നമ്മള് ഭക്തിയുടെ ഉന്മാദത്തിലേക്ക് എത്തുമ്പം അതില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ഭാവം നമ്മുടെ ഹൃദയത്തിൽ വന്നില്ല. ആ ശബ്ദം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിക്കുമ്പോൾ ആ ഒരു ഭാവം നമ്മുടെ മനസ്സിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തിയുടെ തലത്തിൽ എത്തിയിട്ടില്ല. ഭക്തിയുത സേവനത്തിൽ മറ്റ് ഭക്തന്മാരോടൊപ്പം താല്പര്യപൂർവ്വം ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പൂന്താനം നമ്പൂതിരി പറയുന്നത് ഭക്തിമൂത്ത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. സമയമില്ല, എടുത്ത് ആനന്ദം കൊണ്ട് നൃത്തം ചവിട്ടണം. പൂന്താനം നമ്പൂതിരി വെറുതെ പറയുന്നല്ല. 11-ാമത്തെ സ്കന്ധത്തില് 4-ാമത്തെ അധ്യായത്തില് ഈ 2-ാമത്തെ അധ്യായത്തില് 40-ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നു. 11:2-40 എടുത്തു വെച്ചേ. ഏവം വ്രത സ്വപ്രിയ നാമ കീർത്തയ ജാതാനിരാവോ ദ്രുതചിത്തൈഹി ഹസതി അതോ രോദിതി രൗതി ഗായതി ഉന്മാദവ നൃത്യതി ലോകാഭാഹ്യ. പൂന്താനം നമ്പൂതിരി അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് അദ്ദേഹം വെറുതെ അങ്ങോട്ട് കയറി പറയുന്നതല്ല. അവിടെയാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം. ആ ഉത്തമ ഭക്തൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ത് ചെയ്യണം. ഭക്തി മൂത്ത് ആനന്ദ നൃത്തം ചവിട്ടണം. പഞ്ചാകൽപതരൂപേക്ഷവാസന്ധൂപ്യവചപ്രധാനം ഭാവന പി വൈഷ്ണവ നമോ. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാക്ഷാൽ ഗുരുവാ കടാക്ഷത ശിഷ്ട ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു ഈ ഇപ്പൊ പറഞ്ഞത് 11-ാം സ്കന്ധം അല്ലേ പ്രഭു പറഞ്ഞേ? 11-ാം സ്കന്ധം 2-ാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകം. 11:2-40. ഹരേ കൃഷ്ണ.